നിർത്തിയിട്ട് പോയ വണ്ടിയുടെ അവസ്ഥ നോക്കുക ഗൈസ്. ഭയങ്കര ഷോക്ക് കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒന്ന് പോയി വന്നപ്പോഴത്തേനും ആരോ കൊണ്ട് തട്ടിച്ചിട്ട് പോയിട്ടോ. ആകെ ശോകം, വിഷമായി. ഇത്രയും ഭാഗം സ്ക്രാച്ചായി. ഞാൻ കുറച്ച് ഉരച്ച് കളയാൻ നോക്കി, പക്ഷെ എന്നാലും അത് പെയിന്റ് അടിക്കേണ്ടി വരും. നമ്മൾ വണ്ടി എടുത്തപ്പോൾ ചെറിയ ബമ്പറിന് കീറലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ ആ ഭാഗം മൊത്തം താജ്മഹൽ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി ഇതല്ല കേട്ടോ. ഇതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് നമ്മളൊരു ഹോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഹോൺ സ്കൂട്ടറിന്റെ സൗണ്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഹോൺ ഉണ്ടോ? സ്കൂട്ടറിന്റെ ഹോണാണ് മൊത്തത്തില്. GS Ascot എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഹോണാണ്. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. വെച്ചാലേ അറിയുള്ളൂ, പക്ഷെ എനിക്ക് ഏകദേശം അറിയാം. അത് അറിഞ്ഞുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി ഈ വീഡിയോന്റെ അവസാനം കേൾപ്പിച്ചാൽ എന്താ ഹോണിന്റെ അവസ്ഥ, സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് മുന്നേ കേട്ടിട്ടുണ്ട് സൗണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം വണ്ടിയിൽ വെച്ചിട്ട്. പക്ഷെ ഇതൊരു വിഷമമായിട്ടുള്ള കാര്യം കേട്ടോ. വണ്ടിയിൽ ആരും തട്ടിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും. നമ്മളിപ്പോൾ ടൗണിലുള്ള സെൻറ് മേരീസ് കോളേജിന് മുന്നിലാട്ടോ. ചുമ്മാ ഇവിടെ നിന്നപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇവിടെ ഒരു നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടപ്പോൾ ഇവിടെ കയറ്റി എടുത്തി കേട്ടോ. അപ്പോൾ ഇന്ന് പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് 2 ഹോൺ വരുന്നുണ്ട്. എന്തൊക്കെ വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. തുറക്കടി, സ്ലൈഡി, എന്നിട്ട് തുറക്കൂ. ഇതിനകത്ത് കണ്ടോ 2 ഹോണും. ഇതാ നല്ല ഹെവി ആട്ടോ. 2 ഹോണും അതിൻ്റെ കപ്ലെയറും കാര്യങ്ങളും, പിന്നെ മറ്റേ ഇത് അതിനകത്ത് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബമ്പർ അഴിക്കേണ്ടി വരും തോന്നുന്നു കേട്ടോ. ബമ്പർ അഴിക്കേണ്ടി വരും മിക്കവാറും. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അതെ. അപ്പോൾ ഇതേ നമ്മളിവിടെ ബത്തേരിയുള്ള ബോഷിലാട്ടോ പോകുന്നത്. ബോഷിൽ ഇതേ ഹോണ് ഈ ഒരു ചാത്ത ഹോണാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതാണ് നമ്മുടെ ബോഷിൽ കയറ്റിയിട്ട് ഹോൺ മാറ്റി വെക്കാം. ഇവിടെ തിരക്കുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേറെ ഷോപ്പിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ 2 ഷോപ്പിൽ പോയപ്പോൾ അവിടെ മൊത്തം തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്താ അവസ്ഥ നോക്കാം. വീണ്ടും പറ്റിക്കപ്പെട്ടു. ഇവിടെ തിരക്കാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തീർന്ന വണ്ടികൾ കൊടുക്കാനുള്ള തിരക്കിലാട്ടോ അവര്. അപ്പോൾ ഇന്ന് നടക്കൂലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോവാം. എല്ലായിടത്തും തിരക്കാട്ടെ. ലാസ്റ്റ് ഇവിടെ ഒരു ഷോപ്പിൽ കിട്ടി. ഇവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അത്യാവശ്യം അറിയുന്നൊരു ഇലക്ട്രീഷ്യനാണ്, പ്രകാശൻ ചേട്ടൻ്റെ കട, ആമറോൺ എക്സൈഡ്. നമ്മുടെ ബമ്പർ അയക്കണം കേട്ടോ ചെയ്യണേൽ. ഇതാണ് നമ്മുടെ ഹോണ്. അത്യാവശ്യം നല്ല ഹെവി ആട്ടോ സാധനം. ഇതിനകത്ത് എന്തൊക്കെയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് 500 HZ എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റ്. ഇനി എക്സ്ട്രാ റിലേ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഹോൺ റിലേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ റിലേ എന്തിനാ വെച്ചാൽ നല്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, കത്തിപ്പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഗായ്സ്, അങ്ങനെ നമ്മുടെ കാറിൽ നമ്മൾ ഹോണൊക്കെ ഫിറ്റ് ചെയ്തു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഇതേപോലത്തെ ഹോണൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും റിലേ എന്തെങ്കിലും വെക്കണം കേട്ടോ. റിലേ വെച്ചില്ലെങ്കിൽ വണ്ടിയുടെ വയറിങ് എന്തെങ്കിലും ഷോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പല സ്ഥലത്തും വണ്ടിയുടെ തീ പിടിക്കുന്ന ഫോട്ടോയും വീഡിയോസൊക്കെ നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡീഷണലി ചെയ്യുമ്പോൾ റിലേ ഒന്നും ആഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത് വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഏത് കാറായാലും ഏത് തരത്തിലുള്ള കാറായാലും നമുക്ക് ഈ ഹോൺ ഫിറ്റ് ചെയ്യാം. ബൈക്കിലും വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ബൈക്കിൽ ഇങ്ങനെയൊന്നും ആരും സജസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ബൈക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ ഹോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. കേട്ടില്ലേ, അത്യാവശ്യം നല്ല സൗണ്ട് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ഹോൺ വെച്ച് നോക്കുമ്പോൾ എന്തായാലും കുറച്ചൊരു ലൗഡും ആണ്. അതുപോലെ തന്നെ കുറച്ചൊരു കാറിൻ്റെതായ ഒരു ഫീലുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സ്കൂട്ടീൻ്റെ ടൈപ്പുള്ള ഹോണായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഹോൺ വർക്കിങ്ങും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മാറ്റാനുള്ള മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ഇതാകുമ്പോൾ ഒരു നല്ലൊരു പ്രീമിയം സെറ്റപ്പ്, ഒരു കാറിൻ്റെ ഒരു സൗണ്ടൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് ക്രെറ്റ ടൈപ്പ് ഹോണാട്ടോ. പോളോൻ്റെ ടൈപ്പ് കുറച്ചുകൂടി എനിക്ക് അതിലും കൂടുതൽ ഇഷ്ടം ഈ ഒരു ടൈപ്പാട്ടോ. അത്യാവശ്യം ബെൻസ് BM-നൊക്കെ ഏകദേശം വരുന്നൊരു സൗണ്ടാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.